സാർ മുസ്ലിം ലീഗിനെ അല്ല മുസ്ലിം ലീഗിനെ കൊണ്ട് ഈ നിലപാട് അംഗീകരിപ്പിച്ചില്ലേ? ബംഗ്ലാദേശിനെ അവർ മാറ്റിയില്ലേ? ബംഗ്ലാദേശ് എത്ര സെക്കുലർ ആയിരുന്നു? ഇത് എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തെ വെള്ളപൂശുന്ന വർഗീയ സംഘടനകളുടെ ഒരു പ്രചാര വേലയാണിത്. 1% വോട്ടേ അവർ കിട്ടും. ആര് പറഞ്ഞു 1% വോട്ട്? അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അല്ലെങ്കിൽ മത്സരിച്ചാൽ തന്നെ അവരുടെ വോട്ട് അവർ ആ സമൂഹത്തെ ആട്ടിൻകുട്ടികളെപ്പോലെ നയിക്കുകയാണ്. ആര് ജയിക്കണം, ആര് തോൽക്കണം, എന്തായിരിക്കണം ഇവിടെ ചർച്ച ചെയ്യുന്ന അജണ്ട. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദ ബോംബല്ല എന്ന് ഈ ഘട്ടത്തിൽ ആരും പറയില്ല. അതിപ്പോൾ അതും ബോംബ് പിടിച്ചിട്ട് ഇവർ പോകുന്നല്ല അതിൻ്റെ അർത്ഥം. അവരുണ്ടാക്കുന്ന ഇഷ്ടം പോലെ രാജ്യത്ത് നടന്ന എത്രയോ വർഗീയ കലാപങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഇഷ്ടം പോലെ. എത്ര പേര് അകത്ത് കിടക്കുന്നുണ്ട് സാർ ഇപ്പോൾ? ഇതെല്ലാം ഒന്നല്ലേ? അല്ല, സമസ്ത ഞാൻ പറഞ്ഞ പോയിന്റ് സമസ്ത തള്ളി പറഞ്ഞിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് തള്ളി പറയുന്നില്ല? അതെ, സമസ്ത ശരി അല്ല, പക്ഷെ ലീഗ് മാറിയല്ലോ. ഇപ്പൊ സമസ്തയിൽ പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും അല്ലേ? ലീഗ് പൂർണ്ണമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം സ്വീകരിച്ചല്ലോ. ലീഗ് നേതാവല്ലേ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ സർക്കാർ വന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഭരണം എന്ന് പറഞ്ഞത് ലീഗ്. ഇത് നിങ്ങളൊന്നും കാണാത്തതാണോ? ഈ ചാനലുകളൊക്കെ കണ്ണ് കൊട്ടി അടച്ചിരിക്കുകയാണോ? അതെ, കൊടുത്താണ്. പിന്നെ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അതൊരു കോൺഗ്രസിന്റെ പ്രചാരണമാണ്, മനസ്സിലായില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയത്തിൽ CPM-ന്റെ നിലപാടും BJP-യുടെ നിലപാടും ഒന്നല്ല. ജമാഅത്തെ ഇസ്ലാമിയെ CPM-ഉം താലോലിച്ച് പാല് കൊടുത്ത് വളർത്തി ആ വിഷപ്പമ്പിനെ വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് കൂടെ പോയതുകൊണ്ടാണ് ഇവർ ഈ പ്രചരണം നടത്തുന്നത്. ഇനി ഇപ്പുറത്തിരിക്കുന്നത് ആരാണ് ബാക്കി? PDP, INL, SDPI, PFI. അതുകൊണ്ട് എന്താ വ്യത്യാസമുള്ളത്? 2 തുലാസിൽ തൂക്കുമ്പോൾ ഏതാ തൂങ്ങുന്നത് കൂടുതൽ എന്നുള്ള ചോദ്യമല്ലാതെ മറ്റൊന്നും അതിനർത്ഥമില്ല. സാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന MLA-മാർക്ക് എന്നാണ്, അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ MLA ഉണ്ടോയെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയം, മതാധിഷ്ഠിത റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം അംഗീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസും ലീഗും പ്രവർത്തിക്കുന്നത്. ആ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനവും കൊടുക്കുന്നത് അപ്പോൾ പറയും അതൊരു സെക്കുലർ പാർട്ടിയല്ലേ? ഇപ്പം സമസ്തയുടെ യോഗത്തിൽ തന്നെ ചില ജില്ലകൾ വിഭജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയാണ് ആദ്യം വിഭജിക്കേണ്ടത്. അപ്പോൾ ജില്ലകൾ വിഭജിക്കുമ്പോൾ അതിന് മാനദണ്ഡം എന്താണ്? ഭൂപ്രകൃതിയാണോ, ജനസംഖ്യയാണോ? ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അത്തരം വിഭജന രാഷ്ട്രീയം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വലിയ വിത്തിടലാണ്. ആ വിത്തിപ്പോൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്.